സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണമാകെ 25ആയി, 4 പേരെ കാണാനുമില്ല. 52 വീടുകൾ പൂർണ്ണമായും 565 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 പേരാണ് കഴിയുന്നത്. പത്തനംതിട്ടയിലാണ് കൂടുതൽ ക്യാമ്പുകൾ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴ കനത്ത് പെയ്യും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. മീൻപിടുത്തത്തിന് വിലക്ക് തുടരുന്നു. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, തിരുവല്ല, അപ്പർ കുട്ടനാട്, ചെങ്ങന്നൂരിലെ പാണ്ടനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പമ്പയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ 3 ദിവസത്തേക്ക് ജാഗ്രത വേണം എന്നുള്ളതാണ് നിർദ്ദേശം. ശശി നാരായണൻ അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ആദ്യം ശശി, പത്തനംതിട്ടയിലെ സാഹചര്യം നമ്മൾ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 ദിവസമായി. അപ്പോൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെ റോട്ടിലെ വെള്ളമൊക്കെ ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും അപ്പർ കുട്ടനാട്, മറ്റ് ഇടങ്ങൾ, ഇവിടെയൊക്കെ ഈ ജലനിരപ്പൊക്കെ അപകടകരമായ രീതിയിൽ തന്നെയാണോ ഇപ്പോഴും നദികളിലുള്ളത്? എൽദോ സൂചിപ്പിച്ച പോലെ റാന്നിയിലും ആറന്മുളയിലും വെള്ളത്തിന് കുറവുണ്ട്. കാരണം ടൗണിൽ കയറി വെള്ളക്കെട്ടിന് കുറവുണ്ട്. പക്ഷേ അതേസമയം അപ്പർ കുട്ടനാട് മേഖല വലിയ ദുരിതത്തിലാണ് എന്ന് വേണം പറയാം. കാരണം പുറ്റൂർ മേഖല, MC റോഡ് ഉള്ള വഴികൾ, അതായത് അമ്പലപ്പുഴയിൽ നിന്ന് നേരെ വരുന്ന തിരുവല്ലയ്ക്ക് വരുന്ന വഴി, തിരുമുല്ലവരം എന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴും റോഡിൽ വെള്ളം നിൽക്കുന്നു. ഒപ്പം വീടുകളിൽ വെള്ളം നിൽക്കുന്നു. ഇത് സമാനമായ അവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ആ പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടിലാണ് ഉള്ളത്. ചെങ്ങന്നൂരും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിൽ പാടന അടക്കമുള്ള മേഖലകളിലും സമാനമായ അവസ്ഥയുണ്ട്. ആറന്മുളയിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സാഹചര്യമാണ്. ആറന്മുള അമ്പലത്തിന്റെ ക്ഷേത്രത്തിനടുത്തും ഒക്കെ സമീപപ്രദേശങ്ങളെല്ലാം വെള്ളം ഇറങ്ങിയ ഒരു സ്ഥിതിയുള്ളൂ. പമ്പയാറ്റിലും നീരൊഴുക്കിന് അല്പം കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും ആറന്മുളയും റാന്നിയും വെള്ളം കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അവിടെ വെള്ളക്കെട്ട് കൂടുതലായിട്ടില്ല. പക്ഷേ വീടുകളിലേക്ക് താമസം മാറാൻ ഇനി ദിവസങ്ങൾ എടുക്കും. കാരണം ക്യാമ്പിലേക്ക് ആളുകൾ ഇപ്പോൾ ക്യാമ്പിലാണുള്ളത്. കാരണം ഈ വെള്ളം കയറിയ കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ വീടുകളും ഒക്കെ ഇനി വൃത്തിയാക്കി എത്താൻ, തിരിച്ചെത്താൻ കുറെ ദിവസം കൂടി എടുക്കുമെന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം 6, 7, 8 ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്. ജാഗ്രത പാലിക്കേണ്ട ദിവസമാണ്. ഈ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ഉണ്ടാകുന്നൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ തിരിച്ചു പോകുന്നത് ഇപ്പോൾ പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ക്യാമ്പിൽ തന്നെ തുടരുന്നത്. നേരത്തെ ഈ ക്യാമ്പിലേക്ക് ആളുകൾ വരാൻ മടിച്ചിരുന്നു. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇപ്പോൾ വീടുകളിലുള്ള എല്ലാ ആളുകളെയും, വെള്ളം കയറിയ വീടുകളിലുള്ള ആളുകളെയെല്ലാം ക്യാമ്പിൽ എത്തിച്ച സ്ഥിതിയാണുള്ളത്. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 4-5 ദിവസമായി സമാനതകളില്ലാത്ത ദുരിതം ആറന്മുളയും റാന്നിയും തിരുവല്ല അടക്കമുള്ള മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഗതാഗതം പല സ്ഥലത്തും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ച സാഹചര്യമുണ്ട്. അത് റാന്നിയിലും അതുപോലെ തന്നെ ആറന്മുളയിലുമൊക്കെ നേരിയ തോതിൽ വെള്ളക്കെട്ട് കുറവുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വരുന്നൊരു രീതിയുണ്ട്. പക്ഷേ ഈ 6, 7, 8, 3 ദിവസം കൂടി ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണുള്ളത്. ഒരുപക്ഷെ വലിയ മഴയുണ്ടായാൽ, കനത്ത മഴയുണ്ടായാൽ വലിയ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ദിവസം ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ 3 ദിവസത്തിന് ശേഷം ക്യാമ്പിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് മടങ്ങിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും മഴയ്ക്ക് ഇടപെട്ടാണ് മഴ പെയ്യുന്നത്. ഇന്നലെ രാത്രിയും ഇടപെട്ടാണ് മഴ പെയ്തത്. എന്തായാലും മഴയ്ക്ക് ഒരു അല്പം ശമനം ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലുണ്ട്. എൽദ റൈറ്റ്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ടയിൽ സാഹചര്യം അത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിട്ടില്ല. മഴക്കെടുതിയുടെ കാര്യങ്ങൾ അപ്പർ കുട്ടനാട്ടിൽ രൂക്ഷമാണ്. പക്ഷേ റാന്നി പോലുള്ള നഗരങ്ങളിലെ വെള്ളക്കെട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം. കോട്ടയത്ത് ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇനി മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് മാറ്റിയ ശേഷമേ പരിശോധന നടത്തൂ. മേഖലയിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പ്രദേശം നിർമ്മാണത്തിന് അനുയോജ്യമല്ല എന്നാണ് വിലയിരുത്തൽ. വയനാടും ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത്യാവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ചുരത്തിൽ മഴ ശക്തമായിരുന്നു. ഇതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക്, ഹെവി വെയ്റ്റ് വാഹനങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നീലഗിരി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ജയരാജ് ബത്തേരി വിവരങ്ങൾ നൽകും. ജയരാജ്, വയനാട്ടിലെ സാഹചര്യം എന്താണ് ഇപ്പോൾ? മഴ കുറവുണ്ടോ? വയനാട്ടിലെ
ഒരാഴ്ച മുമ്പത്തെ ഇപ്പൊ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇപ്പൊ തെളിഞ്ഞൊരു കാലാവസ്ഥയാണുള്ളത്. ഇന്നലെ രാത്രി ചിലയിടങ്ങളിൽ, അതായത് മാനന്തവാടി ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. പക്ഷെ അത് തുടർച്ചയായി പെയ്യുന്ന ഒരു മഴയല്ല. പെയ്യുന്ന മഴ കുറച്ച് ശക്തി ഉണ്ടാവും, പിന്നെ കുറച്ചു നേരം ഗ്യാപ്പ് ഇട്ടിട്ടാണ് മഴ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ സമയങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് കാലാവസ്ഥ കേന്ദ്രത്തിന്റെ ഒരു അറിയിപ്പുള്ളത് കൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. അതിലുപരിയായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് യാത്ര നിരോധനമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ യാത്രയ്ക്ക് നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരോധനമല്ല, നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച് 5ഓളം ചുരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ജില്ലയാണ് വയനാട്. അപ്പോൾ പ്രധാനമായിട്ടും താമരശ്ശേരി ചുരം, അതുപോലെ തന്നെ പക്രന്തളം ചുരം, അല്ലെങ്കിൽ കുറ്റിയാടി ചുരം എന്ന് പറയുന്ന ഒരു ചുരമുണ്ട്, അതുപോലെ തന്നെ പാൽച്ചുരം. ഈ ചുരങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത രീതിയിൽ മഴ പെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് താമരശ്ശേരി ചുരത്തൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 മണിക്കൂറുകളൊക്കെ ആയിരിക്കും ബ്ലോക്കിൽ വാഹനങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ ഈ സ്ഥലത്തൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണി കഴിഞ്ഞ തവണ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തില് ആ വാഹനങ്ങൾ നിൽക്കുന്ന സമയത്തൊക്കെ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്രയ്ക്കുള്ള അല്ലെങ്കിൽ വാഹനങ്ങൾക്കുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വലിയ വാഹനങ്ങൾ, ഇതിനെല്ലാം നീലഗിരി ജില്ലയുമായിട്ട് കളക്ടർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു നിയന്ത്രണം വേണമെന്നുള്ള രീതിയിൽ എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തിയാകുമെന്നുള്ള ഇതിനുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ് ഇതെന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ മഴ ശക്തിയായി പെയ്യുന്നില്ല എന്നുള്ളത് തന്നെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. റൈറ്റ്, ജയരാജ് ബത്തേരിയാണ് വയനാട്ടിലെ സാഹചര്യങ്ങൾ വിശദമാക്കിയത്. ഇനി കണ്ണൂരിൽ രാത്രി ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. തളിപ്പറമ്പിൽ കുളത്തിൽ വീണ 9 വയസ്സുകാരൻ മരിച്ചു. പട്ടുവത്തെ KP അമ്മാനാണ് മരിച്ചത്. സുമേഷ് മറാഴ വിവരങ്ങൾ നൽകും. സുമേഷ്, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? കണ്ണൂരിലെ മറ്റ് മഴ സാഹചര്യം കൂടി. എൽദോ, ഇന്നലെ തളിപ്പറമ്പ് പട്ടുകുത്ത് 8 വയസ്സായിട്ടുള്ള 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കുളത്തിൽ വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കല്ലടത്ത് പട്ടുവംകുളത്തിലെ അമാനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കുളി കഴിഞ്ഞ് കാല് കഴുകുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ കുളത്തിൽ വീഴുകയായിരുന്നു. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഈ കുളത്തിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. ഈ ആശുപത്രിയിൽ എത്തിച്ചതെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പട്ടുവംകടവ് ഗവൺമെന്റ് LP സ്കൂളിലെ ഈ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മരിച്ച ഈ കുട്ടി. അതായത് അഷറഫ് റഹ്മ ദമ്പതികളുടെ മകനും കൂടിയാണ്. അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഈ കുട്ടിയുടെ മൃതദേഹമുള്ളത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ ഇടപെട്ടുള്ള ശക്തമായ മഴ ഇപ്പോൾ തുടരുകയാണ്. ഇന്നലെ പകൽ സമയങ്ങളിൽ ഈ മഴ അല്പം കുറവാണെങ്കിലും രാത്രിയോടെ ഈ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വീണ്ടും ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മറ്റ് അന്വേഷണ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് നിലവിൽ ഈ ഒറ്റ ഒരു ക്യാമ്പ് മാത്രമാണ്, ഈ ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് തലശ്ശേരി താലൂക്കിലാണ്. 17 സ്ത്രീകളും 4 വീതം പുരുഷന്മാരും കുട്ടികളും അടക്കം ആകെ 25 പേരാണ് ആ ക്യാമ്പിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഇന്ന് റെഡ് അലേർട്ടാണ് കണ്ണൂരിലുള്ളത്. ഈ പ്രൊഫഷണൽ കോളേജ് ഒഴികെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴ ഇപ്പൊ നിലവിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരി സുമേഷ്. ഇടുക്കിയിൽ കല്ലാർകുട്ടി, പാമ്പ്ള, കല്ലാർ ഡാമുകൾ ഇപ്പോഴും തുറന്നിരിക്കുന്ന സാഹചര്യമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണം തുടരുകയാണ്. മലയോര മേഖലയിലൂടെയുള്ള യാത്ര പരമാവധി അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം വേണം എന്നുള്ളതാണ് നിർദ്ദേശം. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 120.7 അടിയായി. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് 2349.28 അടിയാണ്. സ്റ്റാലിൻ വിവരങ്ങൾ നൽകും. സ്റ്റാലിൻ, അപ്പോൾ ഈ ഡാമുകൾ തുറന്നിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ അതിൻ്റെ വെള്ളമൊഴുകുന്ന മേഖലകളിൽ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നേരിടുന്നുണ്ടോ? എൽദോ, പ്രധാനമായും 3 ഡാമുകളാണ് ഇടുക്കിയിലെ 3 ചെറിയ ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. കല്ലാർകുട്ടി, അതുപോലെ തന്നെ കല്ലാർ ഡൈവേർഷൻ ഡാം, അതേപോലെ തന്നെ പാമ്പ്ള അണക്കെട്ട്. ഈ 3 ഇതില് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങൾ മാത്രമാണ് അല്പം മുതിരപ്പുഴയാറിന്റെ തീരങ്ങളിൽ മാത്രമാണ് വെള്ളത്തിന്റെ ശല്യമുള്ളത്. എങ്കിലും അത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലില്ല. അതേസമയം നീരൊഴുക്ക്, പുഴകളിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് ഇതോടൊപ്പം തന്നെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് അത് തുടരുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ ഡാം തുറന്നിരിക്കുന്നതിന്റെ പേരിൽ പ്രത്യേകിച്ചും
പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വെള്ളക്കെട്ടുകൾ പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കാനും അതേപോലെ തന്നെ യാത്രകളുടെ കാര്യങ്ങളിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രാത്രികാല യാത്രകൾ, അതേപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഉൾപ്പെടെയുള്ള വനമേഖലയിൽ കൂടിയുള്ള റോഡുകളിലേക്കുള്ള യാത്രകൾ, സമീപ പ്രദേശങ്ങളിലെ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനെ സംബന്ധിച്ചുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ എല്ലാം തുടരുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും അതുപോലെയുള്ള വിലക്കുകൾ, പ്രത്യേകിച്ചും മുൻപ് വലിയ ദുരന്തമുണ്ടായ അടിമാലി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നും ആളുകളെ അധികം സമയം നിൽക്കാതെ കടന്നു പോകണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തായാലും മഴ 2 ദിവസമായി പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്. രാത്രിയിൽ മഴ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ചും അയ്യപ്പൻകോവിൽ തുടങ്ങിയിട്ടുള്ള കട്ടപ്പന, അയ്യപ്പൻകോവിൽ അങ്ങനെ മേഖലകളിലും കിഴക്കൻ മേഖലകളിലെല്ലാം മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. 2349 അടിയായിട്ട് ഇടുക്കിയിലെ ജലനിരപ്പ് കൂടിയിട്ടുണ്ട്. എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത് 28 അടിയുടെ കുറവാണ് ഡാമിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ KSE ബോർഡിനും ആശങ്ക കുറയുന്നില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുള്ള ജലനിരപ്പിൽ വലിയ തോതിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ടുള്ള മഴയിൽ ആണ് നേരിയ തോതിലുള്ള ഒരു വർധനവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 120.7 അടിയായിട്ട് നേരിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. എൽദോ. ശരി സ്റ്റാലിൻ.